ഞാൻ എല്ലാ റമദാന്റെയും തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ നിങ്ങളോട് പറയുന്നതാണ്. അതിൽ എത്ര ആളുകൾ അത് സ്വീകരിക്കും ചെയ്യുന്നുണ്ട് എന്നൊന്നും അറിയില്ല. ഒന്നാമത്തെ വിഷയം നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല സമയം രാത്രിയുടെ 3-ാം യാമമാണ്. 3-ാം യാമം എന്ന് പറഞ്ഞാൽ രാത്രി 1 മണി 2 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ 3-ാം യാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരെങ്കിലും പാപമോചനം തേടാനുണ്ടോ, പാപമോചനം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയമാണ്. ആ സമയത്ത് 2 റക്അത്ത് സ്വലാത്തു തൗബ, തൗബയുടെ 2 റക്അത്ത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. തൗബയുടെ 2 റക്അത്ത് നമസ്കരിച്ച് ചില പാപങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ മറക്കും, നമുക്ക് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിന്റെ കിതാബിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കർമ്മങ്ങളും നാം ഇവിടെ വിട്ടേച്ചു പോകുന്ന അഥറുകളുമെല്ലാം അള്ളാഹുവിന്റെ കിതാബിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കുപോലും നമ്മൾ ഉരുവിടുന്നില്ല കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കാതെ. ഗൾഫിലൊക്കെ ജീവിച്ച ആളുകൾക്കറിയാം, അവരിങ്ങനെ നാട്ടിലേക്ക് പോകാൻ ജവാസാത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടിയിട്ട് കാമ്പ് പുതുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കിങ്ങനെ മുന്നിലേക്ക് ചില വറകകൾ ഇങ്ങനെ കടലാസുകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും. ആ കടലാസിൽ 1000 റിയാൽ ഫൈന്, 2000 റിയാൽ ഫൈന്, 5000 റിയാൽ ഫൈൻ എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ അവർ സാധാരണ മനസ്സുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെ, എപ്പോ, എവിടുന്ന്? ഈ 3 ചോദ്യത്തിന് കൃത്യമായ മറുപടി ആ കടലാസിലുണ്ടാവും. എങ്ങനെ, എന്താണ് നീ ചെയ്തത്, എന്താണ് നിന്റെ തെറ്റ്, അതായത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എവിടുന്ന്, ഏത് സിഗ്നലാണ് നീ കട്ട് ചെയ്തത്, ഏത് ട്രാഫിക് നിയമം ഏത് പ്രദേശത്ത് വെച്ചാണ് നീ ലംഘിച്ചത്, കൃത്യമായിട്ട് അതിലുണ്ടാവും. എപ്പോ, മാസം ഉണ്ടാവും, ആഴ്ച ഉണ്ടാവും, ദിവസം ഉണ്ടാവും, ആ തെറ്റ് ചെയ്ത സമയവും ഉണ്ടാവും. ഇത് ദുനിയാവിലെ വിഷയമാണ്. ഇത് ദുനിയാവിലെ വിഷയമാണ്. നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ കിതാബ് ഇങ്ങോട്ട് തരുമ്പോണ്ടല്ലോ, ഈ കിതാബിൽ ഇങ്ങനെ തുറന്നിട്ട് എങ്ങനെ, എവിടെ, എപ്പോ ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അതിൽ കൃത്യമായിട്ടുണ്ടാവും, മുഴുവൻ കാണിച്ചു കൊടുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ദുൽമുകൾ മുഴുവൻ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നീ നിന്റെ ഗ്രന്ഥം നീ തന്നെ വായിച്ചു നോക്കുക. നിനക്ക് മതിയായവൻ, നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെയും ആവശ്യമില്ല, നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെയും ആവശ്യമില്ല. നീ തന്നെ നിനക്ക് ധാരാളമാണ് എന്ന് പറയപ്പെടുന്ന ആ ഒരു സമയം, പ്രിയപ്പെട്ടവരെ, ആ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ തെറ്റുകളും ഓരോ കുറ്റങ്ങളും കൃത്യമായി നമ്മുടെ വാക്കുകളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ ഒരു ബോധം നമുക്കുണ്ടാവുക, ആ ഒരു ചിന്ത നമുക്കുണ്ടാവുക. ആ ചിന്തയിലൂടെ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക. തെറ്റുകാരനാണ് ഞാൻ, പാപിയാണ് ഞാൻ, ദോഷിയാണ് ഞാൻ എന്ന ചിന്തയോടെ അള്ളാഹുവിന്റെ മുന്നിൽ തൗബക്ക് തയ്യാറാവുക. അതുപോലെ തന്നെ രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ തെറ്റി നിൽക്കുന്ന ആളുകൾ ഒരുപാട് ആൾ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും, നമ്മുടെ പരിചയത്തിലുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമുക്ക് ആ തെറ്റി നിൽക്കുന്നതിന് ഒരുപാട് ന്യായങ്ങളുണ്ടാവും. ഒരു കാര്യം സിമ്പിളായിട്ട് പറയാം, ആ തെറ്റ് തുടർന്നും കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെറുതെ പട്ടിണി കിടക്കുന്നത്? എന്തിനാണ് ഈ ചൂട്ടത്ത് വെള്ളം കുടിക്കാതെ കിടന്നത്? വയറ് നിറച്ച് വെള്ളം കുടിച്ച്, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ആൾക്കാരോട് പറയാ എനിക്ക് നോമ്പുണ്ട് എന്ന് പറയാ. കാരണം നിങ്ങൾ കുടുംബക്കാരും പരിചയക്കാരുമായി മുസ്ലിമുമായി തെറ്റി നിന്നിട്ട് നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങളെ പട്ടിണി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളുടെ ദാഹം കൊണ്ട് ഒരു പ്രയോജനം അള്ളാഹ്ക്കത് വേണ്ട. 1-ാം ആകാശത്ത് ക്ലിയറൻസ് കിട്ടാതെ അവിടെ കെട്ടിക്കിടക്കും, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പടച്ച റബ്ബിന് അത് വേണ്ട. ആ തെറ്റുകളും ആ പിണക്കങ്ങളും മുഴുവനും മറന്ന് അത് നന്നാക്കി അത് ക്ലിയർ ആക്കിയിട്ട് വേണം പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ. 3-ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആനൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് മാറാല പിടിച്ച് കിടക്കുന്നുണ്ടാവും. ആ കൊന്നെടുത്ത് പൊടിയൊക്കെ തട്ടി എന്താ ചെയ്യുക, ആ ഖുർആനുമായിട്ടുള്ള ബന്ധമൊക്കെ ഒന്നുകൂടി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക. 4-ാമതായി എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതാണ്, പ്രിയപ്പെട്ടവരെ, ഈത്തിക്കാഫ് പിന്നെ വലിയ ബാലികേറാ മലയൊന്നുമല്ല. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ കൃത്യമായി ഈത്തിക്കാഫ് ഇരിക്കുന്നവരുണ്ട്. ആ ഈത്തിക്കാഫ് ഇരിക്കുന്നവരോട് നിങ്ങളൊന്ന് ചോദിക്കുക, എങ്ങനെ നിങ്ങൾ ഇരിക്കുന്നത്? അപ്പൊ അവർ പറയുന്ന മറുപടി എന്താ അറിയോ? ഒരു വട്ടം ഇരിക്കുക. ഒരു വട്ടം ഇരുന്നാൽ അടുത്ത വട്ടം നമ്മളെ ഇരുത്തിക്കേണ്ടത് പഠിച്ചോണം. ഒരു വട്ടം കുറച്ച് പ്രയാസം ഉണ്ടാവും, അവിടെ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഒന്ന് വീണ് കാലൊടിഞ്ഞാൽ 3 മാസം കിടക്കണ്ടേ? അപ്പൊ നമ്മളെല്ലാം റീഅറേഞ്ച് ചെയ്യും, എല്ലാ കാര്യങ്ങളും റീഅറേഞ്ച് ചെയ്യും. ഏത് വിഷയങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്യാൻ കഴിയും. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല?
എന്തുകൊണ്ട് റീഷഫിൾ ചെയ്യാൻ പറ്റുന്നില്ല? വിചാരിച്ചാൽ പറ്റും. ഒരു വട്ടം നിങ്ങൾ അങ്ങനെ ഇരുന്ന് നോക്ക്, അടുത്ത വട്ടം നിങ്ങൾ വിചാരിക്കാത്ത വേഗതയിൽ എല്ലാ കാര്യങ്ങളും റീഅറേഞ്ച് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്തികാഫിന് ഇപ്പോഴേ തയ്യാറെടുക്കുക. ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ തറാവി നിസ്കരിച്ച് പോയിട്ട്, ചില ആളുടെ ഇത്തികാഫ് എന്താ അറിയോ, തറാവി ഇവിടെ നിസ്കരിക്കുക, എന്നിട്ട് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരിക. പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ചു നേരം ഖുർആനൊക്കെ ഓതി, ഖുർആൻ ഓതുമ്പോൾ തന്നെ ഇങ്ങനെ വയറ്റിലെ പത്തിരിയും കോഴിയൊക്കെ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ തൂങ്ങുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാം കേൾക്കാം, കൂർക്കം വലി കേൾക്കാം. ഇതാണ് ചില ആളുകളുടെ ഇത്തികാഫ്. ഇത് ഇത്തികാഫ് അല്ല. നമുക്കാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാം, അങ്ങനെ അത് തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ അത് ഇത്തികാഫ് എന്ന് പറയാൻ പറ്റൂല. ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തികാഫ് 21ാമത്തെ രാവിലെ മുന്നേ, മഗ്രിബ് നമസ്കാരത്തിന് മുന്നേ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന്റെ മാസം കണ്ടാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. പെരുന്നാളിന്റെ മാസം കാണുന്നവരെ പള്ളിയിൽ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോവുക, വീണ്ടും പള്ളിയിലേക്ക് വരിക. അൽഹംദുലില്ലാ, ഈ പള്ളിയിൽ എല്ലാ വർഷവും ഇത്തികാഫ് ഉണ്ടാവാറുണ്ട്. ആ ഇത്തികാഫിന് ഒരുപാട് യുവാക്കളും ഉണ്ടാവാറുണ്ട്. വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ആ ഇത്തികാഫിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇപ്പോഴേ ഇൻഷാ അല്ലാഹ് റമദാന്റെ തുടക്കത്തിൽ തന്നെ അതിന് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, അറിയിക്കുക. എന്നിട്ട് ഇത്തികാഫ് ഇരിക്കാൻ ശ്രമിക്കുക. ഇത്തികാഫ് കഴിയുമ്പോഴേക്ക് ഈമാനിന് നല്ലൊരു ചാർജ് ഉണ്ടാവും, നല്ലൊരു വളർച്ച ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ മുന്നേ അതിനുവേണ്ടി പൂർണ്ണമായും ഒരുങ്ങാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പൂർണ്ണമായും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തുകയും ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.